തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമ്മനത്തിനെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കും എന്ന വിവരം വരുന്നു. തീരുമാനം വൈകിട്ട് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകും. വിഷയത്തിൽ LDF രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നതെന്ന് UDF കൗൺസിലർ KS ശബരിനാഥൻ പറഞ്ഞു. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, നഗരത്തിലുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഭരണസ്തംഭനത്തിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് UDF അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF ഈ വിഷയത്തിൽ LDF BJP രാഷ്ട്രീയ കളിയാണ് കാണിക്കുന്നത്. ഈ സുഗതൻ്റെ വിഷയം പോലും നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 27-ാം തീയതി ഏപ്രിലിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ അന്ന് ഒളിവിലാണെന്ന് പറയപ്പെടുന്ന സുഗതൻ എന്ന് പറഞ്ഞ വാഴോട്ടുമണത്തെ കൗൺസിലർ അദ്ദേഹം ആ കോർപ്പറേഷനിൽ പിൻവാതിലിലൂടെ വന്ന് അദ്ദേഹം കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായുണ്ട്. ജിബിൻ, ഇന്നലെ കോർപ്പറേഷനിൽ നടന്ന കയ്യാങ്കളിയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ ഇരുവിഭാഗവും നൽകിയ കേസുകളിൽ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. UDF കൗൺസിലർമാരുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? ഇപ്പോൾ KS ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക്, ഭരണസ്തംഭനത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയിരിക്കുന്നു എന്നതാണ്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിനുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് അവിശ്വാസ നീക്കം ഉണ്ടാകും എന്ന് അറിയുന്നു. അതിൽ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിബിൻ, എന്താണ് UDFന്റെ നീക്കം? സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് LDF കൗൺസിലർമാരുടെ പരാതിയിൽ BJP കൗൺസിലർമാർക്കെതിരെയും BJP കൗൺസിലറുടെ പരാതിയിൽ LDF കൗൺസിലർമാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, അതുപോലെ തന്നെ LDFന്റെ കൗൺസിലർമാർ SP ദീപക് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സമരത്തിന് മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് നയിച്ച V ശിവൻകുട്ടി, അതുപോലെ തന്നെ V ജോയ് എന്ന മന്ത്രിമാർക്കെതിരെ ഇപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ നിർണായക നീക്കവുമായി UDF കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം 29-ാം തീയതി കൗൺസിൽ ചേരാനിരിക്കുകയാണ്. ഈ കൗൺസിൽ ചേരുമ്പോൾ ഒരു അവിശ്വാസ പ്രമേയം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ UDF ക്യാമ്പ് ആലോചിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് KPCCയിൽ വെച്ച UDF കൗൺസിലർമാരുടെ ഒരു യോഗം ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാമെന്നുള്ള ഒരു ആലോചനയിലേക്ക് എത്തിയത്. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അവസാന തീരുമാനം എടുക്കുന്നത് ഇന്ന് വൈകുന്നേരം ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ്. KS ശബരിനാഥിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം ചേരാൻ പോകുന്നത്. എന്തായാലും 29-ാം തീയതി ചേരുന്ന കൗൺസിൽ യോഗത്തിൽ UDF ഇതുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയം സമർപ്പിച്ചേക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, തിങ്കളാഴ്ച UDFന്റെ നേതൃത്വത്തിൽ ഭരണസ്തംഭനത്തിനെതിരെ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ കൂടി ഇപ്പോൾ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറയുന്നതുപോലെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ കക്ഷിനില എന്ന് പറയുന്നത് 101 അംഗ കൗൺസിലിൽ 50 അംഗങ്ങൾ മാത്രമാണ് BJPക്ക് ഉള്ളത്. LDFന് 29 അംഗങ്ങളും UDFന് 20 അംഗങ്ങളും 2 സ്വതന്ത്രരുമാണ്. ഈ 2 സ്വതന്ത്രരിൽ ഒരു സ്വതന്ത്രൻ ഇപ്പോൾ NDAയുടെ കൂടെയാണ്. അങ്ങനെയാണ് 50 കേവല ഭൂരിപക്ഷം എത്തിച്ച് 51 എന്ന കേവല ഭൂരിപക്ഷം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ NDA ഭരണം നയിക്കുന്നത്. പക്ഷേ ഇത് അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം കടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ 2 സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രൻ NDAയുടെ കൂടെയാണെങ്കിലും മറ്റൊരു സ്വതന്ത്രൻ എന്ന് പറയുന്നത് അത് കോൺഗ്രസിനോടൊപ്പമാണ്. കാരണം കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് പുറത്തു മത്സരിച്ച ഒരാളാണ് മറ്റൊരു സ്വതന്ത്രൻ. അദ്ദേഹം UDFനോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം UDFനുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതും. എന്തായാലും LDFും UDFും ഒപ്പം നിന്നുകൊണ്ട് NDAയുടെ ആ ഒരു ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയാനുണ്ട്. എന്തായാലും ഇത് ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഇപ്പോൾ UDF നേതൃത്വം ആലോചനയിലാണ്. അത് സംബന്ധിച്ചിട്ടുള്ള അവസാന തീരുമാനം ഇന്ന് വൈകുന്നേരം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എടുക്കുകയും ചെയ്യും. ഇനി അറിയേണ്ടത് LDFന്റെ തീരുമാനമാണ്. കാരണം UDF ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് LDF ഒപ്പം നിൽക്കുമോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇനി അറിയാനുള്ളത്. GK ജിബിൻ, അങ്ങനെ ഒരു നീക്കത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? LDF കൗൺസിലർമാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ UDF കണക്കുകൂട്ടുന്നത് പോലെ LDFനെ കൂടി ഒപ്പം നിർത്തി ഈ BJP ഭരണത്തെ അട്ടിമറിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അതിന് LDFന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അനുകൂല സമീപനം ഉണ്ടാകേണ്ടതല്ലേ? അതിന്റെ സൂചനകൾ കാണുന്നുണ്ടോ?
പരിഗണിക്കാതെ തന്നെയാണ്. കാരണം LDFന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞത് ഈ BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നാണ് LDFന്റെ നേതൃത്വം പറയുന്നത്. പക്ഷേ ഇപ്പോൾ UDFും തിരിച്ച് അതേ നാണയത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ, അദ്ദേഹം കൗൺസിലിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം കാപ്പ കേസിലെ പ്രതിയായിരുന്നു. പക്ഷേ ഈ ഏപ്രിലിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ സുഗതനെ അവിടെ എത്തി പങ്കെടുത്തു. കൗൺസിലിലേക്ക് പ്രവേശിച്ചിട്ട് പോലും അന്ന് സുഗതനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലും അന്നുണ്ടായിരുന്ന സർക്കാർ തയ്യാറായില്ല. അത് LDFും BJP തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമാണെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ KS ശബരിനാഥൻ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളൂ. ഇനി UDF ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയമായി അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു അവിശ്വാസ പ്രമേയമായി മുന്നോട്ട് വരുമ്പോൾ LDF അതിനൊപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഇപ്പോൾ UDFന്റെ തീരുമാനം. കാരണം UDF BJPയുടെ NDAയുടെ ഒരു കോർപ്പറേഷൻ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ LDF ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ നേരത്തെ ഉന്നയിച്ച ഒരു ഡീൽ ആരോപണം, അതായത് LDF BJP ഡീൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്, തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF മുന്നോട്ട് വെച്ചതാണ്, അവരുടെ പ്രചരണ ആയുധമാക്കിയതുമാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയം, ഇപ്പോഴത്തെ ഭരണസ്തംഭനവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഉന്നയിച്ചുകൊണ്ട് അവർ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ NDA മുന്നണിയെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു മുന്നണി അല്ലെങ്കിൽ LDFും UDFും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയ മുന്നണി രൂപം കൊണ്ടുകൊണ്ട് ഈ ഭരണം തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു നീക്കമായി മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് LDF ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ UDFിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം UDFിന് ഈ 101 അംഗ കൗൺസിലുള്ളത് 20 അംഗങ്ങൾ മാത്രമാണ്. പക്ഷേ LDFിന് 29 അംഗങ്ങളുണ്ട്. സ്വതന്ത്രരായിട്ടുള്ള രണ്ടുപേരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ NDAയോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെ LDFിന് എതിരെ ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ UDFിന്റെ ഈ ഒരു നീക്കവും എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അങ്ങനെ ഒരു നീക്കത്തിനുള്ള അന്തിമ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അറിയേണ്ടത് LDFിന്റെ തീരുമാനമാണ്. കാരണം UDF ഒരു അവിശ്വാസ പ്രമേയം കൗൺസിലിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ LDFിന്റെ അംഗങ്ങൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളുണ്ട്, LDFിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ UDFും കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ കൂട്ടുനിൽക്കുമോ, അവർക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇതുവരെയും അത് സംബന്ധിച്ചിട്ടുള്ള ആ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകിട്ട് ചേരുന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എന്തായിരിക്കണം തിരുവനന്തപുരം നഗരസഭയിലെ ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടു എന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾക്കിടയിൽ എന്തായിരിക്കണം നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിലൊരു വ്യക്തത ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.